ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. ആന്തരികമായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ബാഹ്യമായ ശുദ്ധി അല്ലേ? ബാഹ്യമായ ശുദ്ധി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ബാഹ്യമായിട്ട് ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? മറ്റുള്ളവരൊരിക്കലും എൻ്റെ ഹൃദയം കാണില്ലല്ലോ, എൻ്റെ ബാഹ്യമായ പ്രവൃത്തികളാണല്ലോ അവർ കാണുന്നത്. കൊണ്ട് ബാഹ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഹൃദയം അവർ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അത് പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ. അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നിന്റെ ഹൃദയം നീ ശുദ്ധമാക്കണം. ഹൃദയം നോക്കി വിധിക്കുന്നത് ആരാന്നറിയാമോ? എൻ്റെ ദൈവമാണ്. ദൈവം ഒരിക്കലും എൻ്റെ ബാഹ്യമായ ഒരു പ്രവൃത്തിയും നോക്കില്ല. ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാ. നിന്റെ ഹൃദയത്തില് നിനക്ക് പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നീ ഓരോ പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഹൃദയത്തില് നീ ശുദ്ധമായ മനോഭാവത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൽ തിന്മ വിചാരിച്ചുകൊണ്ട് നീ എത്ര നന്മ ചെയ്താലും അവയൊരിക്കലും ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിന്റെ ഹൃദയം നീ ശുദ്ധമാണ്. ഹൃദയത്തിൽ നിന്നാണ് തിന്മ പുറപ്പെടുന്നത്. ഹൃദയം ശുദ്ധമാകാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല, തിരസ്കരിക്കപ്പെടും. അതുകൊണ്ടാണ് ഈശോ നമുക്കൊരു കൂദാശ നൽകിയിട്ടുണ്ടല്ലേ? കുംഭസാരം എന്ന് പറയുന്ന കൂദാശ എന്തിനാണ് നൽകിയിരിക്കുന്നത്? നിന്റെ ഹൃദയം കഴുകി ശുദ്ധമാക്കുവാനായിട്ട്. പാപത്തിൽ ജീവിക്കേണ്ട വ്യക്തിയല്ല നീ. നിന്റെ ഹൃദയത്തില് പാപത്തിന്റെ മാലിന്യം ഉണ്ടാവരുത്. അത് കഴുകാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയ കൂദാശയാണ് കുംഭസാരം എന്ന് പറയുന്ന കൂദാശ. പക്ഷെ പലപ്പോഴും ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കുമ്പസാരിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കുകയാണ്. ദൈവസന്നിധിയിൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം പാപത്തിൽ തന്നെ നമ്മൾ ജീവിക്കുക. ഉള്ളില് ഒത്തിരിയേറെ മാലിന്യം അടുക്കി വെച്ചിരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നല്ല ഒരു കുംഭസാരം നമ്മൾ നടത്താം. ഉള്ളിലെ പാപമാലിന്യങ്ങള് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട്, ഹൃദയം കഴുകി ശുദ്ധമാക്കുവാനായിട്ട്, വിശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ഹൃദയത്തിൽ ദൈവത്തെ സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.